എല്ലാ സോഷ്യൽ മീഡിയയിലും ഇലക്ഷൻ വൈകും ജോണേ അടുത്ത സ്ഥാനാർത്ഥി CP ജോൺ ഇലക്ഷൻ വൈകും, വിഷു കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ. നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യണം. അത് ആ മിസ്ലീഡിങ് റിപ്പോർട്ട് പോലെ കുറെ പേർ വിശ്വസിച്ചു പോയി. ഇലക്ഷൻ വൈകുമെങ്കിൽ വളരെ നേരത്തെ ഉണ്ടാക്കേണ്ട, കാരണം കോൺഗ്രസ് പണം കുറവാണ്, ഏറ്റവും പണം കുറഞ്ഞ പാർട്ടിയാണ്. അതാണ് കുഴപ്പമുണ്ടായി. പക്ഷെ അനൗൺസ്മെന്റ് കഴിഞ്ഞ വിത്തിൻ 3 days എല്ലാം ശരിയായില്ലോ, എല്ലാം ശരിയായില്ല. ഇപ്പോഴും LDF-നും NDA-ക്കും എല്ലാ സ്ഥാനത്തായിട്ടുള്ളൂ, 3 സ്ഥാനത്തിലായി കഴിഞ്ഞില്ലേ. പക്ഷെ പൊട്ടിത്തെറികൾ തുടരുന്നുണ്ടല്ലോ ഇപ്പോഴും. പണ്ടത്തെ വെച്ച് നോക്കിയാൽ എന്താ പൊട്ടിത്തെറി പണ്ടുണ്ടായിട്ടുണ്ട്? 2001 ഓർമ്മയില്ല, 3 സ്ഥാനാർത്ഥിയെ മാറ്റി. എന്റെ ഓർമ്മയാ. അറിയോ, ഇലക്ഷന് അനൗൺസ് ചെയ്ത 3 സ്ഥാനാർത്ഥികൾ അവരെ അനൗൺസ് ചെയ്ത് പോസ്റ്റർ അടിച്ചു, ചുവരെഴുതി ഫീൽഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവര് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്, 10 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രത്യേക സാഹചര്യത്തിൽ ഒരു ചേഞ്ച് ആവശ്യം വന്നു. ഞാൻ ഫീൽഡിൽ നിന്നാണ് അവരെ 3 പേരെ വിളിച്ചു പറയുന്നത്. ശിവാസ് നായർ, ധനപാലൻ, KP വിനോദ്. പാർട്ടി തീരുമാനം മറിച്ചായിരിക്കുന്നു. ദൈവം നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യണം. അവർ ഉടൻ തന്നെ പിന്മാറി. ഒരപശബ്ദം ഉണ്ടായില്ല. പാർട്ടിയോട് നിന്നു. 99 സീറ്റ് ഇലക്ഷനിൽ, 99 സീറ്റ്. ഇതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടി വിടാൻ ആഗ്രഹിക്കുന്നവർ പലതും പറയും. അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് എനിക്കറിയില്ല, മൊത്തം ഞാൻ കേട്ടിട്ടില്ല. എന്തൊക്കെയോ നുറുങ്ങ് വീസുകൾ കേട്ടു. കാരണം അതൊന്നും ശരിയല്ല. നുസൂറിന് അത് പറയുന്നത് ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തിന് പല അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആക്കി, അതിനു മുമ്പ് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ആക്കി, അതിനുശേഷം വിവിധ കോർപ്പറേഷനിൽ മത്സരിക്കാൻ അവസരം കൊടുത്തു. ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ ക്യാമ്പയിന് പോയിട്ടുള്ള ആളാണ്. അദ്ദേഹം പാർട്ടിയോട് കടപ്പെട്ടിരിക്കേണ്ട ആളാണ്. ഈ പാർട്ടി ക്രൂഷ്യലായിട്ട് നിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ അനാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഭൂരിപക്ഷ വർഗീയതയും പറയുന്നു, ന്യൂനപക്ഷ വർഗീയതയും പറയുന്നു. കഥകളുണ്ടാക്കി സ്ഥാനാർത്ഥികളെ അവമാനിക്കുന്നു, പ്രിയപ്പെട്ട നേതാക്കന്മാരെ അവമാനിക്കുന്നു. ശരിയല്ല. നുസൂർ തിരുത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ വളരെ അടുത്ത സഹപ്രവർത്തനായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഇവിടെ ഇപ്പോൾ യുവാക്കളെ അവഗണിക്കുന്നു എന്ന തരത്തിലാണ് ഇവരിപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. പലതരത്തിലും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പലതരം സമരനിരയിൽ മുന്നിൽ നിന്നവർ കഴിഞ്ഞ 2-3 OJ ജനീഷ് ചെറുപ്പക്കാരനാണോ? എനിക്കറിയില്ല. സുധീർ ഷാ ചെറുപ്പക്കാരനാണോ? എനിക്കറിയില്ല. വൈശാഖ് ചെറുപ്പക്കാരനാണോ? എനിക്കറിയില്ല. അബിൻ വർക്കി ചെറുപ്പക്കാരനാണോ? എനിക്കറിയില്ല. ഞാൻ ചെറുപ്പക്കാരനാണ് എൻ്റെ ഒരു. ചാണ്ടി ഉമ്മൻ AK ആന്റണിയെ സന്ദർശിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥിയാകുമ്പോൾ സ്വാഭാവികമാണ് ഇത്തരത്തിലുള്ള സന്ദർശനങ്ങളെല്ലാം തന്നെ മുതിർന്ന നേതാക്കളെയും സാമുദായിക നേതാക്കളെയും ഒക്കെ പോയി കണ്ട പിന്തുണ തേടുന്നത്. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ചാണ്ടി ഉമ്മനും AK ആന്റണിയും. പിണറായി ഭരണം ഇല്ലാതാക്കണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അതില്ലാതാകും എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് രണ്ടുപേരും പ്രകടിപ്പിക്കുന്നത്.